കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി യൂണിയന്റെ നേതൃത്വത്തിൽ നെമ്മാറ തേവർമണി അയ്യപ്പൻപറ്റയിൽ മരണപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ഗോപിദാസിന് മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു. ഗോപിദാസിന്റെ വസതിയിലാണ് ധനസഹായ വിതരണം സംഘടിപ്പിച്ചത്. കെ ബാബു എംഎൽഎയിൽ നിന്ന് ഗോപിദാസിന്റെ ഭാര്യ സുശീല ധനസഹായം ഏറ്റുവാങ്ങി. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ടി ഗോപിനാഥൻ അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി.ജി. അജിത് കുമാർ, കെ.പി. ജോഷി, ശിവപ്രസാദ്, സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളി ക്ഷേമനിധി എന്തിനാണെന്നും ആ ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ തൊഴിലാളികളോട് നിർബന്ധിക്കുമ്പോഴൊക്കെയും നിർബന്ധിച്ചാൽ തന്നെ ചേരുകയും ചേർന്നാൽ തുടർച്ചയായിട്ട് അടയ്ക്കാതിരിക്കുകയും വീഴ്ച വരുത്തുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. നമുക്കൊക്കെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നവരാണ്. അത്തരത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേമനിധിയും ഈ മോട്ടോർ ക്ഷേമനിധിയാണ്. ആ മോട്ടോർ ക്ഷേമനിധിയിൽ ഈ അടുത്ത് 19 ദിവസം മാത്രമാണ് നമ്മുടെ ഗോപിദാസ് മരണപ്പെട്ടിട്ട് ആയിട്ടുള്ളൂ. 2 കുട്ടികളാണ്, 2 പേരും മിടുക്കികളുമാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഒന്ന് പച്ചപിടിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഒരു അസുഖബാധിതനായി നമ്മളിൽ നിന്നും ശ്രീ ഗോപിദാസ് വിട്ടുപോയത്. ഗവൺമെൻറ്റിൽ നിന്നും ഇത്തരം ക്ഷേമനിധികളിലൂടെ എല്ലാ വിഭാഗം ആളുകൾക്കും ചെറുതെങ്കിലും ഒരു സഹായം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ ആശ്വാസം.